അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ ഗാസ വിഷയം തീർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഖത്തറിലെ ദോഹയിൽ വെച്ച് ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഇരുവരും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഹൂതികളുടെ ഒരു മിസൈൽ ആക്രമണം ഇസ്രായേൽ നടന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചു. ഗാസ മുനമ്പിലാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. 18 പേർ ഇതിൽ മരണപ്പെട്ടു, ഒരു ഗർഭിണി അടക്കം എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ഈ മിസൈൽ ആക്രമണം ഹൂതികൾക്ക് നേരെയാണ് നടത്തിയത്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചൊവ്വാഴ്ച മധ്യയാണ് ഇസ്രായേലിന് നേരെ ഈ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് സൈറനുകൾ മുഴങ്ങുകയും സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച സുപ്രധാനമായ വിവരങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ അവിടെ ഉയർന്നു വന്നത് എന്നുള്ളത് അത്യധികം ആശങ്കാജനകമായിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. ഈ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 18 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരെ ഇസ്രായേൽ അവിടെ നിന്നും തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഗാസയിലെ സെൻട്രൽ നഗരമായ ദേർ അൽ ബാലയിൽ നടന്ന 2 ആക്രമണത്തിലാണ് ഈ 2 സ്ത്രീകളും അവരുടെ 4 കുട്ടികളും കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. 1 മാസം മുതൽ 9 വയസ്സ് വരെയാണ് കുട്ടികളുടെ പ്രായം എന്നും അറിയാനായി സാധിക്കുന്നു. എന്തായാലും ഇവരുടെ മൃതദേഹം ഇപ്പോൾ അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹമാസ് പോരാളികളെ മാത്രമാണ്, അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളെ മാത്രമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും തങ്ങൾക്ക് പലസ്തീനിലെ സാധാരണ ജനങ്ങൾക്ക് മേൽ മിസൈൽ അയക്കേണ്ട കാര്യമില്ല എന്നുമാണ് ഇസ്രായേൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കുടിയൊഴിക്കപ്പെട്ടവർക്കായി നിർമ്മിച്ച ഷെൽട്ടറുകളിലും ടെന്റ് ക്യാമ്പുകളിലും സിവിലിയന്മാർക്കിടയിലും, അതായത് ഫലസ്തീനിലെ സാധാരണ പൗരന്മാർക്കിടയിലുമാണ് ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത്. അവരുടെ ആശുപത്രികളിൽ, അവരുടെ ടെന്റുകളിൽ, അവരുടെ സാധാരണ സ്ഥലങ്ങളിലാണ് ഇവരുടെ മിസൈൽ ലോഞ്ചിങ് സാധനങ്ങളൊക്കെ ഇവർ ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ മിസൈൽ അയക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അതിനു മുമ്പ് തങ്ങൾ അവിടെയുള്ള പൗരന്മാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാറുണ്ട് എന്ന് തന്നെയാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നേരെ ഹൂതി വിമതരുടെ ഈ ആക്രമണം വലിയ രീതിയിൽ അമേരിക്കയ്ക്കും ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഒരു നിർണായകമായിട്ടുള്ള നിമിഷത്തിലാണ് ഇപ്പോൾ ഇസ്രായേലും പാലസ്തീനും ചർച്ചയിലൂടെ നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാം. ഹമാസ് ഈ കരാർ അംഗീകരിച്ചു കഴിഞ്ഞു. ഹമാസ് നേരത്തെയും പല കരാറുകളും അംഗീകരിച്ചതാണ്. എന്നാൽ ഇസ്രായേലാണ് നേരത്തെയും ദോഹയിൽ വെച്ച് ചർച്ച നടന്നപ്പോൾ തങ്ങളുടെ ബന്ദികളെ തിരിച്ചു വിട്ടു തരണമെന്നും അല്ലാത്ത പക്ഷം യാതൊരുവിധ കാര്യത്തിനും തങ്ങൾ സഹകരിക്കില്ലെന്നും പറഞ്ഞുള്ളത്. ഇസ്രായേലിൻ്റെ അപ്പോഴുള്ള നിബന്ധനകൾ എന്ന് പറയുന്നത് ഗാസയിൽ പൂർണ്ണസമയമായിട്ടുള്ള പെട്രോളിംഗ് ഞങ്ങൾ നടത്തും, പോരാത്തതിന് ഗാസയിലെ ഒരു ഭാഗം ഞങ്ങൾക്ക് വേണം, വടക്കൻ ഗാസ. അത് മാത്രമല്ല, നിങ്ങൾ ബന്ദികളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം, നിങ്ങൾ എല്ലാവരും കൂടെ വേറൊരു മേഖലയിലേക്ക് മാറണമെന്നിങ്ങനെയുള്ള കടുത്ത നിയമങ്ങളാണ്, അല്ലെങ്കിൽ നിബന്ധനകളാണ് ഇസ്രായേൽ വെച്ചുകൊണ്ടിരുന്നത്. ഈ നിബന്ധനകൾ ഹമാസിന് വഴങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കരാർ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഇപ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രായേലും ഹമാസും ധാരണയിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഗാസയിലെ വെടിനിർത്തൽ കരാർ അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഹസ്തദാനം പൂർത്തിയായി, അത് പൂർത്തിയാകാറായതായി ഞാൻ കരുതുന്നുവെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഈ ആഴ്ച അവസാനത്തോടെ ഇത് പൂർത്തിയാകും. ഇസ്രായേൽ ഗാസ വിഷയം അവസാനിക്കും. കരാറിന്റെ ഒരു ഘട്ടത്തിൽ ഗാസ മുനമ്പിൽ നിന്ന് ചില ബന്ദികളെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് മുമ്പ് തന്നെ ഇതെല്ലാം നടക്കുമെന്നുമാണ് പ്രതീക്ഷ. അങ്ങനെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിന് ഒരു അന്ത്യം, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും ഒരു അന്ത്യം അത് ഡൊണാൾഡ് ട്രംപിന് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു എന്ന സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഹൂതി വിമതർക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.